ഓഫീസിൽ എത്തുന്നതിന് മുൻപ് ഉമ്മ കൊടുക്കാന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇവളാണെങ്കിൽ എന്റെ കൂടെ തന്നെയുണ്ട്. എങ്ങനെയെങ്കിലും ധൈര്യം കാണിച്ച് ഉമ്മ കൊടുക്കാന്ന് വെക്കുമ്പോ അത് പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടിയെന്നും വരില്ല. എങ്ങനെയെങ്കിലും ധൈര്യം സംഭരിച്ച് ഉമ്മ കൊടുത്തേ പറ്റൂ. പക്ഷെ ഇപ്പൊ എങ്ങനെ കൊടുക്കും? നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? റോഡിന്റെ നടുക്ക് ഇങ്ങനെ കൊണ്ട് ബ്രേക്ക് പിടിക്കുന്നത് ശരിയാണോ? പുറകെ ഏതെങ്കിലും വണ്ടി സ്പീഡിൽ വന്നിരുന്നെങ്കിൽ രണ്ടുപേരും കൂടെ ഇപ്പൊ കൈലാസത്തിലെത്തുമായിരുന്നു. ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളും ഇല്ല. ഫസ്റ്റ് കിസ് പോലും നടന്നിട്ടില്ല, പിന്നെ അവളുടെ കല്യാണം കുട്ടികളും. നീ എന്തി ആലോചിക്കുന്നേ? സോറി, പഴയ വേദാന്തിന്റെ കൂടെയുള്ള അമൂല്യ എനിക്കിപ്പോ ഓർമ്മ വന്നു പോയി. അതുകൊണ്ട് നീ എന്റെ ബോയ് ഫ്രണ്ടാന്ന് ഓർക്കാതെയാ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്. ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ലായിരിക്കുമല്ലോ അല്ലേ? ഞാനിപ്പോ നിനക്കൊരു ഉമ്മ തരാൻ പോവാ. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് മറന്ന് നീ എങ്ങനെ എന്നെ തല്ലുവോ? ഹലോ വേദാന്ത് സർ, നിങ്ങൾ ഇത് എവിടെ പോയി? ഇല്ല, എവിടെയും പോയില്ല. അത് ശരി. ഈ സിനിമയെ കാണില്ലേ, അതുപോലെ പ്രേതത്തെ കണ്ടു നിൽക്കുന്ന പോലെ നിൽക്കുന്നെന്താ? ഇനി നീ വണ്ടി ഓടിക്കേ, ഞാൻ പിന്നിലിരുന്നോളാം. എന്തു പറ്റി? അത് ചോദിക്കേണ്ടത് ഞാനല്ലേ? ഇപ്പൊ എന്തിനാ എന്നോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്നെ സൂപ്പറായിട്ട് ഓടിക്കുന്നത് എന്റെ അമൂല്യാണ്. നീ മാറിയിരിക്കുക, അവൾ ഓടിച്ചോളെന്ന് റാണി പറഞ്ഞു. വേദാന്തിനെ പോലെ ഇത്രയും വലിയൊരാള് റോഡിന്റെ നടുക്ക് വന്നതെന്ന് ഇങ്ങനൊരു കോമഡി പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. നോനോ, ഞാൻ സത്യമാണോ പറഞ്ഞത്? വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് പറയാറില്ലേ, അതുകൊണ്ടാ. എനിക്ക് സത്യമായിട്ട് നീ ഈ ഒരു ലെവലിലേക്ക് വന്നു വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ പ്രണയിച്ചത് ശരിക്കും വേദാന്തിനെ തന്നെയാണെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നേ. എനിക്കെന്തോ പിന്നിലിരിക്കാൻ വേണ്ടി തോന്നി. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ഓർത്തോ, വേറൊന്നുമല്ല. അയ്യോ അപ്പാ, അല്ല ഞാൻ എല്ലാരെക്കാളും നേരത്തെ വന്ന് ഇതെല്ലാം ചെയ്യുമെങ്കിലും ബോസ് വന്നിട്ട് ഇത് നീ എന്തിനാ ഇവിടെ വെച്ചേ, അതെന്തിനാ നീ അങ്ങോട്ട് മാറ്റിയേ എന്നൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വഴക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കാനായിട്ട് ഞാൻ എന്തിനാ ഇത്രയൊക്കെ ചെയ്യുന്നത്? ഇന്നലെയോ മിനിങ്ങാന്ന് ഇവിടെ കയറി വന്ന അമൂല്യ മേഡമായിട്ട് എന്നെ കമ്പയർ ചെയ്ത് ഈ ലോകത്തിൽ ഇല്ലാത്ത ജോലിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ബോസ് ഓഫീസ് എന്ന ആത്മാർത്ഥത കൊണ്ട് ഞാൻ ഇതൊക്കെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിലും ഭേദം മീനാക്ഷിയുടെ കൂടെ നാട്ടിൽ പോയി വല്ല കൂലിപ്പണി എടുത്ത് സമാധാനമായിട്ട് ജീവിക്കുന്നതായിരുന്നു നല്ലത്. ഞാൻ മീനാക്ഷിയുടെ കൂടെ ഒന്ന് സെറ്റിൽ ആക്കണമെന്ന് വിചാരിച്ചപ്പോ തന്നെ ആ ദേവതയുടെ കോളാണോ ഈ വരുന്നത്? ഹലോ എടോ സുമേഷേ. സോറി, റോങ് നമ്പർ. സുമേഷേ, ഇത് ഞാനാ സുഹാസിനി മേനോനാ വിളിക്കുന്നത്. മേഡം, അത് പിന്നെ എന്റെ ഫുൾ നെയിം ആരും വിളിക്കാറില്ല. എന്റെ ഫുൾ നെയിം എന്താണെന്ന് പോലും ഞാൻ മറന്നുപോയി. ആ കൺഫ്യൂഷനില്ല റോങ് നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം. എന്റെ നമ്പർ ഇതുവരെ സേവ് ചെയ്തിട്ടില്ലെന്നോ നിന്റെ മൊബൈലില്? സേവ് ചെയ്തിട്ടുണ്ട് മേഡം, പക്ഷേ എന്റെ ഫോണില് നിങ്ങളുടെ പേര് എഴുതി കാണിച്ചില്ല. ഇത് വേറെ നമ്പരാ. വേദാന്തിന്റെ പി ആണെന്ന് പറയുന്നുണ്ടല്ലോ. എന്റെ നമ്പർ ചേഞ്ച് ആയ കാര്യം ഓഫീസിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലേ നിനക്ക്? സോറി മേഡം, നിങ്ങളുടെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാൻ അത് തന്നെ ചെയ്യാം. നിന്റെ വളിച്ച തമാശ കേൾക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മകൻ വേദാന്തിന്റെ ലൈഫിൽ ഞാൻ പോലും അറിയാത്ത മാറ്റങ്ങളാ ഉണ്ടായിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയണം. പ്രണയത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെറുക്കന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ചൊന്നും അല്ല, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? മേഡം കേൾക്കുന്നുണ്ട്. സാഹിത്യം പോയി കഴിഞ്ഞിട്ടും അവൻ പഴയതുപോലൊന്നും അല്ലേ, മാറിയിട്ടുണ്ട്. അവന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നീയല്ലേ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്താ പറ്റിയെന്നുള്ള കാര്യമൊക്കെ എന്നോട് പറയണം. ബോസിന്റെ ലവ് മാറ്റർ എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് ഈ മേഡം എന്നെ വിളിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാ എത്ര കില്ലാടിയായിരിക്കും ഈ മേഡം. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അല്ല മേഡം, അതെന്തോ ഇത്രയും ചേഞ്ച് ഉണ്ടായതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എപ്പം നോക്കിയാലും അവന്റെ കൂടെ നടക്കുന്ന നിനക്ക് ആലോചിക്കാൻ സമയം എന്തിനാ? അതൊക്കെ മനസ്സിലാകില്ലേ?
മേഡം, ബോസ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എന്നോട് പറയാറില്ല എന്ന് മേഡത്തിന് തന്നെ അറിയാലോ. പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല മേഡം. ഞാനിത് വിശ്വസിക്കുന്നില്ല. ഞാൻ സത്യമാ പറയുന്നത് മേഡം. നോക്ക്, ഇനി മുതൽ നീ നിന്റെ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഞാൻ പറയുന്ന ജോലി കൂടി ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം മേഡം? എന്റെ മകന്റെ മേൽ എപ്പോഴും ഒരു നോട്ടം വേണം. അവൻ ഇതിനു മുമ്പൊന്നും ആരോടും ഇത്ര ക്ലോസ് ആയിട്ട് മിങ്കിൾ ചെയ്യാറേയില്ല. അതുമല്ല, പെൺകുട്ടികളെന്ന് കേൾക്കുന്നത് തന്നെ അവന് വളരെ വെറുപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലേ. അവന് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവന്റെ മനസ്സ് ഇവിടെ എങ്ങും അല്ല നിൽക്കുന്നത്. സോ ഇതിന് പുറകിൽ ആരാണെന്ന് നീ മനസ്സിലാക്കി അത് നീ എന്നോട് പറയണം. മനസ്സിലായി നിനക്ക്? നോക്ക്, ഈ ചെയ്യുന്ന കാര്യത്തിന് സെപ്പറേറ്റ് ആയിട്ട് നിനക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഞാൻ തരും. ഈ കില്ലാടികളുടെ ഇടയിൽ ഞാൻ കുറെ കഷ്ടപ്പെടുമല്ലോ ദൈവമേ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നീ? കേൾക്കുന്നുണ്ട് മേഡം, പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകില്ല, അറിയില്ല എന്നൊക്കെ നീ എന്നോട് വെറുതെ പറയാൻ നിൽക്കണ്ട. നിനക്ക് ആ ഓഫീസിൽ ജോലി തന്നത് ഞാനാണ്. അത് നീ മറന്നു പോവരുത്. അതുകൊണ്ട് പറയുന്നത് ചെയ്. ഇതെന്നൊരു വിധിയാ ദൈവമേ. ഇനി എല്ലാ ദിവസവും ബോസിന്റെ പുറകെ ഞാൻ ഇതിനു വേണ്ടി നടന്ന് തെറിവിളി കേൾക്കാൻ എനിക്ക് വയ്യ. അല്ല, എനിക്കെപ്പോഴാ ശനിദശ തുടങ്ങിയത്? എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചവിട്ടി മെതിക്കുകയാണല്ലോ. എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നതേയില്ല. എന്താ കാര്യം ഒന്ന് ചോദിച്ചൂടെ? ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാ ചേനക്കാരി. ഇനി ഇവക്കെന്താ സംശയം എന്നാവും. ഹലോ, നിന്നോടാ ഞാൻ ഈ ചോദിക്കുന്നേ. ശരി, പറഞ്ഞോ. പണ്ടൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്നത് നിനക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇപ്പൊ നീ എനിക്ക് വണ്ടി തന്നിട്ട് ഞാൻ പുറകിലിരിക്കാൻ നീ വണ്ടി ഓടിച്ചോളൂന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താ പറ്റിയത്? ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിനാ സുഖമില്ലാത്തത്. എനിക്ക് കേൾക്കുന്നില്ല. സ്നേഹം കൂടുമ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാന്നാ പറഞ്ഞത്. ഞാൻ എന്താ ചോദിക്കുന്നത്? ഇവൻ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ ഈ വളവള സംസാരങ്ങളൊന്ന് നിർത്ത്. മുന്നിലേക്ക് നോക്കിയിട്ട് വണ്ടി ഓടിക്കും, പിന്നെ ഇറങ്ങിയിട്ട് സംസാരിക്കാം. ആദ്യം ഞാനും ഈ കാര്യം തന്നെയല്ലേ പറഞ്ഞത്? നീ അത് കേട്ടില്ലല്ലോ. ഇപ്പൊ നീയും അത് തന്നെ പറയുന്നു. കൈ എത്താവുന്ന ദൂരത്തുണ്ട്. വെറുതെ അവനോടുള്ള ദേഷ്യം നീ എന്നോട് കാണിക്കാൻ നിൽക്കല്ലേ. അതത്ര നല്ലതിനല്ല. എനിക്കിത് വണ്ടി ഓടിക്കാൻ അറിയില്ലേ. ആയിക്കോട്ടെ എന്റെ ഗുരുവായൂരപ്പ, നീ തന്നെയാ കറക്റ്റ്. ആദ്യം മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കും. അത് അങ്ങനെ വേണം. ഇങ്ങനെ മര്യാദയ്ക്ക് വേണം എന്നോട് സംസാരിക്കാൻ, മനസ്സിലായോ? എങ്ങനെയെങ്കിലും ഉള്ള ധൈര്യം ഒക്കെ എടുത്തൊരു ഉമ്മ കൊടുക്കാന്ന് വിചാരിക്കുമ്പോ ഈ കഴുത ഓരോന്ന് സംസാരിച്ചതിനെ സമ്മതിക്കുന്നില്ലല്ലോ. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാ ഇവൾക്ക് ഉമ്മ കൊടുക്കുന്ന കാര്യം മിഷൻ ഇമ്പോസിബിൾ ആയിട്ട് പോകും. ഇങ്ങനൊരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. കമോൺ വേദാന്ത്, നിന്റെ കണ്ണൊന്ന് മെല്ലെ അടച്ച് അവൾക്ക് ഉമ്മ കൊടുക്കാനുള്ള ധൈര്യം വരുമ്പോ ഒന്നങ്ങ് കൊടുക്ക്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാ മെയിൻ റോഡിലെത്തും. ഈ ഗ്യാപ്പിൽ എന്റെ ഭാവി അമ്മായിയച്ഛൻ എന്റെ മുമ്പിലേക്ക് കയറി വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേയില്ല. ശരി, നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. എക്സാക്ട്ലി, വി ഹാവ് ടു മീറ്റ്. അയ്യോ സാർ, തീർച്ചയായിട്ടും പാർട്ടി നടത്താം. അതിനിപ്പോ എന്താണ്? അച്ഛാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വേദാന്ത്, അമൂല്യ, അച്ഛൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാനും അതേ ചോദ്യം തന്നെയാ ചോദിക്കുന്നത്. നീ എന്താ ഇവിടെ? അത് ഞാൻ ഓഫീസിലേക്ക് കാറുമായിട്ട് പോയായിരുന്നേ. അപ്പൊ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം. അതിന് കുഴപ്പമില്ല, ആരെങ്കിലും പറഞ്ഞാ മതി. അത് എന്റെ വണ്ടി കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാൻ വേണ്ടി മാത്രം വന്നത്.
എന്താ നമ്മുടെ വേദാന്ത് നിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നെന്നോ? നീ എപ്പം മുതലാടാ ബൈക്ക് മെക്കാനിക്കായത്? അയ്യോ അങ്ങനെയല്ല അങ്കിൾ. അന്നൊരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഇവരാ എനിക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നത്. ഞാൻ ഓഫീസിൽ പോകുന്ന സമയം ഇതാണല്ലോ. ഇവരേതാണ്ട് ഈ ഒരു സമയത്ത് ഇതില് വരുന്നതും അതുകൊണ്ടാ കോൾ ചെയ്തത്. അത്രേ ഉള്ളൂ. ഇതിൽ വേറൊന്നുമില്ല, വേറെ ഒരു കാര്യവുമില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇത് കുറെ പഴയ കണക്ഷൻ ആണല്ലോ. അതായത് വേദാന്തിന്റെ നിന്റെ ബൈക്കിന്റെ. അങ്കിൾ അതെ അതെ. ആയിക്കോട്ടെ, എന്റെ മോൻ കാരണം നിന്റെ ബൈക്ക് സ്റ്റാർട്ടായല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു മോളെ. എന്റെ വീട്ടിൽ പോയായിരുന്നു അങ്കിൾ? അതെ മോളെ, ആരതിയോടും ധ്രുവനോടും സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതാ. നമ്മള് വെവ്വേറെ വഴിക്ക് വന്ന് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയല്ലേ. അതാണ് അപ്പൊ പ്രോബ്ലം ആയതല്ലേ? കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം മനസ്സിലായി. എന്താ മനസ്സിലായെന്നാ? എങ്ങനെ ഒന്നിച്ചു വന്നു നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് അതെങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെയോ മീറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. കറക്റ്റ് അങ്കിൾ, കറക്റ്റ്. കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നു. ശരി, നിങ്ങൾക്ക് ഓഫീസിൽ പോകാൻ സമയം വൈകുന്നുണ്ട്. അങ്കിൾ, പോയിട്ട് വരാം. വേദാന്തേ, ഒരു മിനിറ്റ്. നീ എന്റെ കൺമുമ്പിൽ വന്ന് പെട്ടത് ഓക്കെ. അത് നിന്റെ അമ്മയുടെ മുൻപിലെങ്ങാനും ആയിരുന്നെങ്കിൽ പ്രശ്നമായേനെ. ചെല്ല്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ ലവ് എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടമാണോ ആഞ്ജനേയ? ഞാനെന്തിനാ വെറുതെ ആഞ്ജനേയനെ കുറ്റം പറയുന്നേ? അദ്ദേഹം ബ്രഹ്മചാരിയല്ലേ. ശരിക്കും ഈ സ്നേഹം എന്ന് വെച്ചാൽ അത് ദൈവം തന്നെയല്ലേ? കറക്റ്റാ. അതുകൊണ്ടായിരിക്കും ഇത്രയും പരീക്ഷണങ്ങള്. വേദാന്ത്, ആ പോയിട്ട് വരട്ടെ ചക്കരെ. ഭർത്താവ് എന്ന് കാണിക്കാൻ ഇങ്ങനെ പല്ലും കാണിച്ച് പോയിട്ട് വരാം എന്ന് പറയാൻ മാത്രം വരാറ്. വേറെ ഒന്നും അറിയില്ല നിങ്ങക്ക്? അല്ല, ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഭാര്യമാർക്ക് ചുമ്മാ ചീത്ത വിളിക്കാനുള്ള ഒരാൾ മാത്രമാണോ? ഞാനായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ അവസ്ഥ വേറെ ആർക്കും വരാത്തതുപോലെ ആയേനെ. അല്ല, കാലത്ത് തന്നെ ഇത്രയും കേൾക്കാനായിട്ട് ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തെന്ന് പറയും. ഇപ്പൊ എന്നിൽ നിന്ന് എന്ത് മഹാ അപരാധമാണ് ഉണ്ടായതെന്ന് മഹാറാണി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ അതെ, നിങ്ങൾക്കെല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണം. അല്ല, ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം നിങ്ങൾ എവിടെയെങ്കിലും എന്നെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ? നീ ആ പറഞ്ഞത് സത്യമാണ്. പക്ഷെ നിന്നെ കൊണ്ടുപോകാതെ ഞാൻ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇങ്ങനത്തെ സോപ്പിടുന്ന വാക്കുകൾക്കൊന്നും ഒരു കുറവുമില്ല. നിങ്ങൾ എല്ലാവരും ആണുങ്ങളാ. രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകും. നിങ്ങൾക്ക് ചേഞ്ചസ് ആവാം. എന്നാ ഞാനോ ഈ 4 ചുവരിന്റെ ഉള്ളിൽ തന്നെയാ. അതറിയോ നിങ്ങക്ക്? അയ്യോ, പുറത്തെ കാര്യങ്ങളൊന്നും ശരിയല്ലാന്നേ. പുറത്തിറങ്ങിക്കഴിഞ്ഞ ഒരു റിഫ്രഷ്മെന്റും ഇല്ല, ചേഞ്ചും ഇല്ല. ഞാനെന്നും കാണുന്നതല്ലേ. മതി, മിണ്ടാതിരിക്കും. എന്നെ എങ്ങും കൊണ്ടുപോകണ്ട. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുക. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇപ്പൊ പ്രഗ്നന്റ് ആണ് മോളെ. നിനക്ക് കെയർ വേണ്ടതുകൊണ്ടല്ലേ ഞാൻ വീട്ടിലിരുത്തുന്നേ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാതിരിക്കും. മാത്രമല്ല, ഈ കൊറോണയൊക്കെ വന്നതുകൊണ്ട് പുറത്തിറങ്ങുന്നൊക്കെ റിസ്ക് അല്ലേ മോളെ? അങ്ങനെയാണെങ്കിൽ ആരും ഇവിടെ പുറത്തൊന്നും പോകുന്നില്ല അല്ലേ? ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല അല്ലേ? ട്രാഫിക് ഒക്കെ കുറവായി റോഡ് കാലിയായിട്ടിരിക്കുവാണോ? അതങ്ങനെയല്ല മോളെ. ആദ്യം കൈയെടുക്ക്. പുറത്ത് കൊറോണ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള പ്രിക്കോഷൻസ് എടുത്ത് പോവാലോ. അങ്ങനെ പോയാലൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ. ഓഹോ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മൂഡിലല്ല മോളുള്ളത്. ഇനി ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ ഇങ്ങനെ ഓരോന്നും പറയണ്ട. ഞാൻ പറയുന്ന കാര്യത്തിലും ലോജിക് ഇല്ലേ? ഒന്ന് മനസ്സിലാക്ക് സിദ്ധാർത്ഥ്. 3 നേരം ഈ റൂമിൽ തന്നെ കുത്തിരിക്കുന്ന വല്ലാത്ത കഷ്ടം. എന്റെ ഭാര്യ അങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ശരി, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? നിനക്കൊന്ന് പുറത്തു പോകണം, അത്രയല്ലേ ഉള്ളൂ. വെറുതെ ഒരു റൗണ്ട് എന്നെ കറക്കാനാണെങ്കിൽ പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആരിപ്പൊ അങ്ങനെ പറഞ്ഞേ? നിനക്ക് സന്തോഷാവുന്നത് വരെ നമ്മൾ എല്ലായിടത്തും കറങ്ങിയിരിക്കും. പക്ഷെ തൽക്കാലം നീ കുറച്ചു നേരത്തേക്ക് സമാധാനായിട്ടിരിക്കണം. അപ്പൊ ശരിക്കും ആലോചിക്കോ?
ഞാൻ നിന്റെ അടുത്ത് എപ്പോഴെങ്കിലും കള്ളം പറയാറുണ്ടോ? ദാറ്റ്സ് ലൈക്ക് മൈ ഗുഡ് ഹസ്ബൻഡ്. അങ്ങനെ അവസാനം എന്റെ മോൾക്ക് ബുദ്ധി വന്നു അല്ലേ മോളെ?